മധ്യപ്രദേശിൽ തീവ്ര ഹിന്ദുത്വവാദികൾ ക്രൈസ്തവരെ ആക്രമിച്ച് അർദ്ധനഗ്നരായി നടത്തി. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമപ്രകാരം കള്ളക്കേസ് ചുമത്തി പോലീസ് അവരെ ജയിലിലടയ്ക്കുകയും ചെയ്തു. നീതി നടപ്പിലാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ഈ കാടത്തത്തിന് കൂട്ടുനിന്നതിനൊപ്പം അക്രമികളുടെ പക്ഷം ചേർന്ന് ക്രൂരമായ വിധത്തിൽ നീതി നിഷേധം നടത്തുകയും ചെയ്ത സംഭവത്തിൽ കടുത്ത പ്രതിഷേധം ഉയരുകയാണ്. മധ്യപ്രദേശിലെ ബുർഹാൻപൂർ ജില്ലയിലെ നേപ്പാൻ നഗർ ഗ്രാമത്തിൽ ജൂൺ 22 രാത്രിയിലാണ് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ഒരു സംഘം പാസ്റ്റർ ഖൊഖാരിയ സോളങ്കിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി അദ്ദേഹത്തെയും ആ വീട്ടിലുണ്ടായിരുന്ന മറ്റു 3 പേരെയും ക്രൂരമായി മർദ്ദിച്ച് അവശരാക്കിയത്. 150ഓളം പേർ വരുന്ന സംഘം 3 പുരുഷന്മാരെയും അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് അസഭ്യം പറഞ്ഞ് പൊതുവഴികളിലൂടെ നടത്തിച്ചു. ആ സംഘത്തിലെ ചിലരെ പരിചയം ഉണ്ടായിരുന്നതിനാൽ 4 പേരിൽ ഒരാളെ വിട്ടയച്ചു. തുടർന്ന് അക്രമികൾ അവരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ഹിന്ദു ദേവതയ്ക്ക് മുന്നിൽ വണങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് ദളിത് ഹിന്ദുക്കളെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് 3 പേരെ പോലീസിന് കൈമാറുകയായിരുന്നു. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് പ്രാദേശിക കോടതിയിൽ ഹാജരാക്കി ജയിലിലടക്കുകയും ചെയ്തു. അവിടെ നടന്ന സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയും അക്രമികളിൽ ചിലരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയും ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്ന കള്ളപ്പരാതിയിൽ സാക്ഷികളാകാൻ അവിടെയുള്ള ഹിന്ദു കുടുംബത്തെ അക്രമികൾ നിർബന്ധിച്ച കാര്യവും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജയിലിൽ കഴിയുന്ന 3 പേരെ ജാമ്യത്തിലിറക്കാനുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. ദളിതരും ആദിവാസി സമൂഹങ്ങളുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ക്രൈസ്തവർക്കെതിരെ മതപരിവർത്തനം കുറ്റം ആരോപിക്കുന്നതും അവരെ ജയിലിൽ അടയ്ക്കുന്നതും വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പതിവ് സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.